We shall now discuss the topic polarization. നമ്മൾ ഇതുവരെ പഠിച്ച രണ്ട് ഫിനോമിനൻ, ഡിഫ്രാക്ഷൻ ആൻഡ് ഇൻ്റർഫറൻസ്. ഈ രണ്ട് ഫിനോമിനലിൽ നിന്ന് വി ക്യാൻ അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ലൈറ്റ് എക്സിബിറ്റ്സ് വേവ് നേച്ചർ. പക്ഷെ അത് എങ്ങനത്തെ വേവാണ്, ലോഞ്ചിറ്റ്യൂഡിനൽ വേവ് ആണോ ട്രാൻസ്വേഴ്സ് വേവ് ആണോ എന്നുള്ള ഒരു ഐഡിയ നമുക്ക് ആ രണ്ട് ഫിനോമിനലിൽ നിന്ന് കിട്ടുന്നില്ല. ബട്ട് ദ phenomenon of polarization reveals the transverse nature of light wave. അപ്പോൾ ലൈറ്റ് ഈസ് എ ട്രാൻസ്വേഴ്സ് വേവ് എന്നുള്ള ഐഡിയ നമുക്ക് കിട്ടുന്നത് ഇറ്റ് ഈസ് ഫ്രം ദി ഫിനോമിനൻ ഓഫ് പോളറൈസേഷൻ. അപ്പോൾ ഈ പോളറൈസേഷൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ നമ്മളവിടെ കൺസിഡർ ചെയ്യുന്നത് ഒരു സ്ട്രിങ്ങിലുണ്ടാവുന്ന വേവ്സ്. സ്ട്രിങ്ങിൻ്റെ ഒരറ്റം ഫിക്സ് ചെയ്തു, മറ്റേ അറ്റം നമ്മൾ അപ്പ് ആൻഡ് ഡൗൺ, മുകളിലേക്കും താഴത്തേക്കും ഇങ്ങനെ അപ്പ് ആൻഡ് ഡൗൺ മൂവ് ചെയ്യുകയാണെങ്കിൽ നമ്മൾക്ക് സ്ട്രിങ്ങിൽ വേവ്സ് ഉണ്ടാവുന്നു അല്ലേ. മുകളിലേക്കും താഴത്തേക്കും ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരുന്നാൽ വി ക്യാൻ സീ വേവ്സ് പ്രൊപ്പഗേറ്റിംഗ് ത്രൂ ദി സ്ട്രിങ്. അപ്പോൾ ഇവിടെ വേവ്സ് ഉണ്ടാവുന്നത് നമ്മൾ വൈബ്രേറ്റ് ചെയ്യുന്നത്, സ്ട്രിങ്ങിനെ മൂവ് ചെയ്യുന്നത് അപ്പ് ആൻഡ് ഡൗൺ ആണ്. പക്ഷേ വേവ്സ് ആർ പ്രൊപ്പഗേറ്റിംഗ് ത്രൂ ദ ലെങ്ത് ഓഫ് ദ സ്ട്രിങ് അല്ലേ. സ്ട്രിങ്ങിൻ്റെ ലെങ്ത്തിലൂടെയാണ് വേവ്സ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത്. അതായത് വേവ് പോകുന്ന ഡയറക്ഷൻ എക്സ് ഡയറക്ഷനാണ്, അതിൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റ് നമ്മളതിനെ അപ്പ് ആൻഡ് ഡൗൺ ഇങ്ങനെയാണ് വൈബ്രേറ്റ് ചെയ്യിപ്പിക്കുന്നത്. അപ്പോൾ ഡിസ്പ്ലേസ്മെൻറ്റ് ഓഫ് ഈച്ച് പോയിൻ്റ് ഓഫ് ദ സ്ട്രിങ് ഈസ് ഇൻ എ ഡയറക്ഷൻ പെർപെൻഡിക്കുലർ ടു ദി ലെങ്ത് ഓഫ് ദ സ്ട്രിങ്. ലെങ്ത് ഓഫ് ദ സ്ട്രിങ് നമുക്ക് എക്സ് ആക്സിസ് എടുക്കാം. അപ്പോൾ സ്ട്രിങ്ങിനെ നമ്മൾ അപ്പ് ആൻഡ് ഡൗൺ വൈബ്രേറ്റ് ചെയ്യുമ്പോൾ ദ ഡിസ്പ്ലേസ്മെൻറ്റ് ഈസ് അറ്റ് റൈറ്റ് ആംഗിൾസ് ടു ദ ഡയറക്ഷൻ ഓഫ് വേവ് പ്രൊപ്പഗേഷൻ. അപ്പോൾ അങ്ങനെയുള്ള വേവിനെയാണ് നമ്മൾ ട്രാൻസ്വേഴ്സ് വേവ് എന്ന് പറയുന്നത്. ഈച്ച് പാർട്ടിക്കിൾ ഓഫ് ദ മീഡിയം അല്ലെങ്കിൽ ഇൻ ദ കേസ് ഓഫ് ദ സ്ട്രിങ് ഈച്ച് പോയിൻ്റ് ഓഫ് ദ സ്ട്രിങ് ഈസ് ഹാവിങ് എ വെർട്ടിക്കൽ ഡിസ്പ്ലേസ്മെൻറ്റ് അറ്റ് റൈറ്റ് ആംഗിൾസ് ടു ദ ഡയറക്ഷൻ ഓഫ് വേവ് പ്രൊപ്പഗേഷൻ. അപ്പോൾ ദാറ്റ് വേവ് ഈസ് കോൾഡ് എ ട്രാൻസ്വേഴ്സ് വേവ്. ഇനി അല്ലെങ്കിൽ നമുക്കതിനെ വൈ പോളറൈസ്ഡ് വേവ് എന്ന് പറയാം. കാരണം ഡിസ്പ്ലേസ്മെൻറ്റ് നമ്മളിങ്ങനെ അപ്പ് ആൻഡ് ഡൗൺ ആണ്, വൈ ഡയറക്ഷനിലാണ് ഡിസ്പ്ലേസ്മെൻറ്റ്. ഇനി സ്ട്രിങ്ങിലെ ഓരോ പോയിൻറ്റും ഈസ് മൂവിങ് അലോങ് എ സ്ട്രെയിറ്റ് ലൈൻ, ഇങ്ങനെ മുകളിലേക്കും താഴത്തേക്കും ആണ് മൂവ് ചെയ്യുന്നത്. അപ്പോൾ അതിനെ നമുക്ക് ലീനിയർലി പോളറൈസ്ഡ് വേവ് എന്ന് പറയാം. ഇറ്റ് ക്യാൻ ഓൾസോ ബി കോൾഡ് ആസ് പ്ലെയിൻ പോളറൈസ്ഡ് വേവ്. കാരണം ആ വൈബ്രേഷൻ ഇറ്റ് ക്യാൻ ബി കോൾഡ് ആസ് പ്ലെയിൻ പോളറൈസ്ഡ് വേവ്. കാരണം വൈബ്രേഷൻ ഈസ് കൺഫൈൻഡ് ടു ദ എക്സ് വൈ പ്ലെയിൻ. സ്ട്രിങ് എക്സ് ഡയറക്ഷനിലും വൈബ്രേഷൻ ഈ സ്ട്രിങ് എക്സ് ഡയറക്ഷനിലും നമ്മൾ വൈബ്രേറ്റ് ചെയ്യുന്നത് അപ്പ് ആൻഡ് ഡൗൺ ആണ്. അപ്പോൾ ആ എക്സ് വൈ പ്ലെയിനിൽ കൺഫൈൻഡ് ആണ് വേവ്സ്. സോ വി ക്യാൻ സേ ഇറ്റ് ഈസ് എ പ്ലെയിൻ പോളറൈസ്ഡ് വേവ്. ഇനി ഇങ്ങനെ അപ്പ് ആൻഡ് ഡൗൺ നമ്മൾ മൂവ് ചെയ്യുന്നതിന് പകരം സപ്പോസ് വി ആർ വൈബ്രേറ്റിംഗ് ഇറ്റ് ലൈക്ക് ദിസ് ടു ലെഫ്റ്റ് ആൻഡ് റൈറ്റ്, ഇങ്ങനെയാണ് നമ്മൾ വൈബ്രേറ്റ് ചെയ്യിപ്പിക്കുന്നതെങ്കിൽ അപ്പോൾ അതിനെ നമുക്ക് റെപ്രസെൻ്റ് ചെയ്യുന്ന ദാറ്റ് ഈസ് ഓൾസോ എ പ്ലെയിൻ പോളറൈസ്ഡ് വേവ് അല്ലേ. ഈ ഡയറക്ഷനിൽ മൂവ് ചെയ്യിപ്പിച്ചാലും അത് എക്സെറ്റ് പ്ലെയിനിൽ കൺഫൈൻഡ് ആണ്. അപ്പോൾ അപ്പ് ആൻഡ് ഡൗൺ മൂവ് ചെയ്യിപ്പിക്കുന്ന വേവിൻ്റെ ഇക്വേഷൻ എഴുതുകയാണെങ്കിൽ ദാറ്റ് ഈസ് വൈ ഓഫ് എക്സ് ടി, ഡിസ്പ്ലേസ്മെൻറ്റ് ഈസ് ഇൻ ദ വൈ ഡയറക്ഷൻ. വൈ ഓഫ് എക്സ് ടി ഈസ് ഈക്വൽ ടു എ സൈൻ കെ എക്സ് മൈനസ് ഒമേഗ ടി. ഇതാണ് വൈ ഡയറക്ഷനിൽ ഡിസ്പ്ലേസ്മെൻ്റ് ആയിട്ടുള്ള ഒരു വേവിൻ്റെ ഇക്വേഷൻ. വൈ ഓഫ് എക്സ് ടി ഈസ് ഈക്വൽ ടു എ സൈൻ കെ എക്സ് മൈനസ് ഒമേഗ ടി. എ നമുക്ക് അറിയാം ആംപ്ലിറ്റ്യൂഡാണ്, കെ ഈസ് ദ പ്രൊപ്പഗേഷൻ വെക്റ്റർ ഓർ വേവ് നമ്പർ എന്നൊക്കെ പറയാം, 2π ബൈ ലാംഡ. ഒമേഗ ഈസ് എ ആംഗുലാർ ഫ്രീക്വൻസി ഈക്വൽ ടു 2π ന്യൂ. സാധാരണ വേവ് ഇക്വേഷനിലെ ടേംസ് എല്ലാം നിങ്ങൾക്ക് ഫെമിലിയർ ആണ്. ഇനി എക്സെറ്റ് പ്ലെയിനിൽ ഇങ്ങനെ ലെഫ്റ്റ് ആൻഡ് റൈറ്റ് ആണ് നമ്മൾ അതിനെ വൈബ്രേറ്റ് ചെയ്യിപ്പിക്കുന്നതെങ്കിൽ ദ വൈബ്രേഷൻ ഈസ് കൺഫൈൻഡ് ടു ദ എക്സെറ്റ് പ്ലെയിൻ, ദാറ്റ് ഈസ് ഓൾസോ എ പ്ലെയിൻ പോളറൈസ്ഡ് വേവ്. പക്ഷേ വേവ് പോകുന്നത് എപ്പോഴും എലോങ് ദ ലെങ്ത് ഓഫ് ദ സ്ട്രിങ് ആണ്. അപ്പോൾ സെഡ് ഓഫ് എക്സ് ടി ഈസ് ഈക്വൽ ടു എ സൈൻ കെ എക്സ് മൈനസ് ഒമേഗ ടി. ഇവിടെയും എക്സ് തന്നെയാണ്, കാരണം വേവ് ഈസ് എലോങ് ദ ലെങ്ത് ഓഫ് ദ സ്ട്രിങ്, അതുകൊണ്ട് ഡിസ്പ്ലേസ്മെൻറ്റ് ഓഫ് ദ വേവ് ഈസ് എലോങ് സെഡ് ഡയറക്ഷൻ. ഇനി നമ്മൾ ഇങ്ങനെ അപ്പ് ആൻഡ് ഡൗണും അല്ല ലെഫ്റ്റ് ആൻഡ് റൈറ്റും അല്ലാതെ ഏതെങ്കിലുമൊക്കെ ഡയറക്ഷൻസിൽ വളരെ റാൻഡോ ആയിട്ട് മൂവ് ചെയ്യുകയാണെങ്കിൽ, if the vibrations, if the plane of vibration is changed very randomly in very short intervals of time, then we will get an unpolarized wave. നമുക്ക് തോന്നിയ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം മൂവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവിടെ കാണുന്ന വേവിനെയാണ് നമ്മൾ അൺപോളറൈസ്ഡ് വേവ് എന്ന് പറയുന്നത്. അപ്പോൾ ഓർഡിനറി ലൈറ്റ് എന്ന് പറയുന്നത് ഇറ്റ് ഹാസ് വൈബ്രേഷൻസ് ഇൻ ഓൾ ഡയറക്ഷൻസ്. ഓർഡിനറി ലൈറ്റിൽ ഇറ്റ് ഹാസ് വൈബ്രേഷൻസ് ഇൻ ഓൾ ഡയറക്ഷൻസ്. ഇനി
ഇതിലെ വൈബ്രേഷൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ലൈറ്റ് ഈസ് ആൻ ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്. അതിൽ ഇലക്ട്രിക് ഫീൽഡും ഉണ്ട്, മാഗ്നറ്റിക് ഫീൽഡും ഉണ്ട്. ഇത് രണ്ടും പരസ്പരം പെർപെൻഡിക്കുലർ ആണ്. ആൻഡ് അഗെയിൻ ബോത്ത് ഇലക്ട്രിക് ആൻഡ് മാഗ്നറ്റിക് ഫീൽഡ്സ് ആർ പെർപെൻഡിക്കുലർ ടു ദ ഡയറക്ഷൻ ഓഫ് പ്രൊപ്പഗേഷൻ ഓഫ് ദ വേവ്. അപ്പോൾ നമ്മൾ ലൈറ്റിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത് എപ്പോഴും ഇലക്ട്രിക് ഫീൽഡ് വെക്ടർ കൊണ്ടാണ്. കാരണം നമുക്കറിയാം ആംപ്ലിറ്റ്യൂഡ് ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ബൈ മാഗ്നറ്റിക് ഫീൽഡ് ഈസ് ഈക്വൽ ടു സി, വെലോസിറ്റി ഓഫ് ലൈറ്റ് ഇൻ വാക്വം. അപ്പോൾ ഇതിൽ പ്രോമിനൻ്റ് ആയിട്ടുള്ള ഫീൽഡ് ഇ എന്ന് പറയുന്നത് സി ടൈംസ് ബി ആണ്. ഇപ്പോൾ പ്രോമിനൻറ്റ് ഫീൽഡ് ഇലക്ട്രിക് ഫീൽഡ് തന്നെയാണ്. അപ്പോൾ നമ്മൾ ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ വെച്ചിട്ടാണ് എപ്പോഴും ലൈറ്റിൻ്റെ വൈബ്രേഷൻസ് റെപ്രസെൻ്റ് ചെയ്യുന്നത്, ഇലക്ട്രിക് ഫീൽഡ് വെക്ടറിൻ്റെ ഡയറക്ഷൻ. അപ്പോൾ ഓർഡിനറി ലൈറ്റിൽ എല്ലാ പ്ലെയിനിലും വൈബ്രേഷൻസ് ഉണ്ട്. പെർപെൻഡിക്കുലർ ടു ഡയറക്ഷൻ ഓഫ് പ്രൊപ്പഗേഷൻ ദർ ഈസ് ഇലക്ട്രിക് ഫീൽഡ് വെക്ടർ വൈബ്രേറ്റിംഗ് ഇൻ ഓൾ പ്ലെയിൻസ് ഇൻ ഓർഡിനറി അൺപോളറൈസ്ഡ് ലൈറ്റ്. നമ്മളതിനെ റെപ്രസെൻ്റ് ചെയ്യുമ്പോൾ ഇങ്ങനെയല്ല വരയ്ക്കുന്നത്. പേപ്പറിൽ നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുമ്പോൾ പാരലൽ വൈബ്രേഷൻസ് ആർ ഡിനോട്ടഡ് ബൈ ആരോസ് ആൻഡ് പെർപെൻഡിക്കുലർ വൈബ്രേഷൻസ് ഡോട്ട് കൊണ്ട് റെപ്രസെൻ്റ് ചെയ്യും. അപ്പോൾ അൺപോളറൈസ്ഡ് ലൈറ്റിൽ ഇത് രണ്ടും ഉണ്ട്, പാരലൽ ആൻഡ് പെർപെൻഡിക്കുലർ. ഇതിനെ ഉള്ള ഈ അൺപോളറൈസ്ഡ് എല്ലാ പ്ലെയിനിലും ഉള്ളതിനെ നമ്മൾ ഇങ്ങനെ റെപ്രസെൻ്റ് ചെയ്യുന്നു, അൺപോളറൈസ്ഡ് ലൈറ്റ് എന്ന് കാണിക്കാൻ. ആരോ മാത്രം ഇട്ടാൽ അത് പാരലൽ വൈബ്രേഷൻസിനെയും ഡോട്ട് മാത്രം ഇട്ടാൽ അത് പെർപെൻഡിക്കുലർ വൈബ്രേഷൻസിനെയാണ് കാണിക്കുന്നത്. ഇനി നമ്മൾ ഒരു അൺപോളറൈസ്ഡ് ലൈറ്റിനെ സപ്പോസ് വി ആർ മേക്കിംഗ് ഇറ്റ് ഇൻസിഡൻറ്റ് ഓൺ എ പോളറോയിഡ്. പോളറോയിഡ് എന്ന് പറയുന്നത് an example of Polaroid is tourmaline crystal. അപ്പോൾ ഈ പോളറോയിഡിൽ there is a long chain of molecules which are able to absorb the electric field vectors in its direction. അപ്പോൾ ഒരു പോളറോയിഡിലൂടെ നമ്മൾ അൺപോളറൈസ്ഡ് ലൈറ്റിനെ കടത്തി വിട്ട് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന പുറത്തേക്ക് വരുന്ന ലൈറ്റ് വിൽ ബി പോളറൈസ്ഡ്. കാരണം ആ ലോങ് ചെയിൻ ഓഫ് മോളിക്യൂൾസിൻ്റെ ഡയറക്ഷനിലുള്ള ഇലക്ട്രിക് വെക്റ്റേഴ്സിനെ അത് അബ്സോർബ് ചെയ്യും. The Polaroid will absorb the electric vectors oscillating along the direction of the aligned molecules. Polaroid എന്ന് പറഞ്ഞാൽ തന്നെ it consists of long chain molecules aligned in a particular direction. So the light coming out of a Polaroid will be linearly polarized and the long chain moleculesൻ്റെ ഡയറക്ഷനിലുള്ള എല്ലാ ഇലക്ട്രിക് വെക്റ്റേഴ്സിനെയും അബ്സോർബ് ചെയ്തിട്ട് there will be molecules which are perpendicular to the aligned molecules. There will be light waves or vibrations which are perpendicular to the aligned molecules മാത്രമേ ഇതിൻ്റെ പുറത്തേക്ക് വരുന്നുള്ളൂ. അതായത് ഈ പോളറോയിഡിൻ്റെ പാസ് ആക്സിസിന് പാരലലായിട്ടുള്ള വൈബ്രേഷൻസ് മാത്രം പുറത്തേക്ക് വരുന്നു. അപ്പോൾ ഇതിൽ അൺപോളറൈസ്ഡ് ലൈറ്റിനെയാണ് ഇങ്ങനെ കാണിക്കുന്നത്. ഇങ്ങനെയുള്ള അൺപോളറൈസ്ഡ് ലൈറ്റ് നമ്മൾ പോളറോയിഡിലൂടെ കടത്തിവിട്ടാൽ ഇതാണ് സപ്പോസ് ദിസ് ഈസ് എ പാസ് ആക്സിസ് ഓഫ് ദ പോളറോയിഡ്. ഈ പാസ് ആക്സിസിന് പെർപെൻഡിക്കുലർ ആയിട്ടാണ് ലോങ് ചെയിൻ മോളിക്യൂൾസ് വന്നിരിക്കുന്നത്. ലോങ് ചെയിൻ മോളിക്യൂൾസിൻ്റെ ഡയറക്ഷനിലുള്ള എല്ലാ വൈബ്രേഷനും അബ്സോർബ്ഡ് ആവും. പാസ് ആക്സിസിന് പാരലൽ ആയിട്ടുള്ള വൈബ്രേഷൻ മാത്രം ഇതിലൂടെ കടന്നു പോകും. അപ്പോൾ ഇതിൽ ഏത് വൈബ്രേഷൻ മാത്രമേ ഉള്ളൂ? പാസ് ആക്സിസിന് പാരലലായിട്ടുള്ള വൈബ്രേഷൻ മാത്രം ഇതിലൂടെ കടന്നു വരുന്നു. ഇനി നമ്മൾ വേറൊരു പോളറോയിഡ് കൂടെ, അപ്പോൾ ദ ഫസ്റ്റ് പോളറോയിഡ് ഈസ് കോൾഡ് ദ പോളറൈസർ. ഇറ്റ് പ്രൊഡ്യൂസസ് പ്ലെയിൻ പോളറൈസ്ഡ് ലൈറ്റ്. ഇനി രണ്ടാമത് ഒരു പോളറോയിഡ് കൂടെ നമ്മൾ വെക്കുന്നു. ഈ പോളറോയിഡിൻ്റെ ഇതിൻ്റെ പാസ് ആക്സിസ് ഇറ്റ് ഈസ് പാരലൽ ടു ദ പാസ് ആക്സിസ് ഓഫ് ദ ഫസ്റ്റ് പോളറോയിഡ് ആൻഡ് ദിസ് പോളറോയിഡ് ക്യാൻ ബി കോൾഡ് ആസ് അനലൈസർ. ഈ രണ്ടാമത്തെ പോളറോയിഡിനെ നമുക്ക് അനലൈസർ എന്ന് പറയാം. അപ്പോൾ ഇത് രണ്ട് പാസ് ആക്സിസും പാരലൽ ആണെങ്കിൽ ഇതിലൂടെയുള്ള പാരലൽ വൈബ്രേഷൻസ് ഇങ്ങോട്ട് കടന്നു വരും. ഇനി ഈ അനലൈസറിനെ നമ്മൾ റൊട്ടേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വാട്ട് വിൽ ഹാപ്പൻ? ദ ഇൻറ്റൻസിറ്റി വിൽ ബി റെഡ്യൂസ്ഡ്. ഇൻറ്റൻസിറ്റി ഓഫ് ദി ലൈറ്റ് കമ്മിങ് ഔട്ട് ഫ്രം ദി അനലൈസർ വിൽ ബി റെഡ്യൂസ്ഡ്. ഇനി ഇത് പെർപെൻഡിക്കുലർ ആയാൽ ക്രോസ്ഡ് പൊസിഷനിൽ എത്തിക്കഴിഞ്ഞാൽ ഈ രണ്ട് പോളറോയിഡ്സിൻ്റെ പാസ് ആക്സിസ് തമ്മിൽ ക്രോസ്ഡ് പൊസിഷനിലാണ് നിൽക്കുന്നതെങ്കിൽ ലൈറ്റ് കമ്മിങ് ഔട്ട് ഓഫ് ദ സെക്കൻഡ് പോളറോയിഡ് വിൽ ബി ഹാവിങ് സീറോ ഇൻറ്റൻസിറ്റി. അപ്പോൾ ഇവിടെ ഇൻകമ്മിങ് ലൈറ്റ്, അൺപോളറൈസ്ഡ് ലൈറ്റ് ആദ്യത്തെ പോളറൈസറിൽ കൂടെ കടന്നു വരുമ്പോൾ ദ ഇൻറ്റൻസിറ്റി വിൽ ബി റെഡ്യൂസ്ഡ് ബൈ ഹാഫ്
50% ഓഫ് ഇൻസിഡൻറ്റ് ഇൻറ്റൻസിറ്റിയാണ്. 50% ഓഫ് ഇൻസിഡൻറ്റ് ഇൻറ്റൻസിറ്റിയാണ് ഫസ്റ്റ് പോളറൈസറിൽ കൂടെ വരുമ്പോൾ ഉണ്ടാവുന്നുള്ളൂ. പിന്നെ നമ്മൾ രണ്ടാമത്തെ പോളറോയിഡ്, ദാറ്റ് ഈസ് ദ അനലൈസറിനെ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ദ ഇൻറ്റൻസിറ്റി വേരീസ് ബിറ്റ്വീൻ 0 ആൻഡ് ദിസ് 50%. 0 ആൻഡ് 50%ൻ്റെ ഇടയിൽ വേരി ചെയ്യും. രണ്ട് പാസ് ആക്സിസും പാരലൽ ആയാൽ നമുക്ക് 50% ഇവിടെയും കിട്ടും. അനലൈസറിന് പുറത്ത് വരുന്ന വൈബ്രേഷനും 50% ഉണ്ടാവും. അതേസമയം ഇത് രണ്ടും പെർപെൻഡിക്കുലർ ആയാൽ, പാസ് ആക്സിസ് തമ്മിൽ പെർപെൻഡിക്കുലർ ക്രോസ്ഡ് പൊസിഷനിലാണെങ്കിൽ ദി ഇൻറ്റൻസിറ്റി ഓഫ് ലൈറ്റ് കമ്മിങ് ഔട്ട് ഫ്രം ദി അനലൈസർ വിൽ ബി 0. And the intensity of light coming out from the analyzer is given by a law known as Malus law, and that is equal to I is equal to I0 cos square theta. I equal to I0 cos square theta. This is the Malus law, and it gives out the intensity of light coming out from the second polaroid or analyzer. Theta is the angle between the axis of the two polaroids. I0 is the incident intensity. അപ്പോൾ തീറ്റ എന്നുള്ള ആംഗിള് 0 ആണെങ്കിൽ, അതായത് ദ ടു പോളറോയിഡ്സ് ആർ പാരലൽ ടു വൺ അനദർ ആണെങ്കിൽ വി ക്യാൻ സേ ദാറ്റ് ഇൻറ്റൻസിറ്റി cos 0 ഈസ് 1. സോ I ഈസ് ഈക്വൽ ടു I0. I0 എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ ഇൻറ്റൻസിറ്റി ഓഫ് ലൈറ്റ് കമ്മിങ് ഫ്രം ദ പോളറൈസർ. I0 is the intensity from the polarizer. Coming from polarizer എന്ന് വരുന്ന ഇൻറ്റൻസിറ്റിയാണ് I0. Intensity of light coming out from the analyzer ആണ് I. Theta is the angle between the pass axis of the two polaroids. ഇനി theta 90 ഡിഗ്രി ആണെങ്കിൽ രണ്ട് പോളറോയിഡ്സിൻ്റെയും പാസ് ആക്സിസ് ക്രോസ്ഡ് പൊസിഷനിലാണ് വെച്ചിരിക്കുന്നതെങ്കിൽ cos 90 0. So the intensity will be 0.